കോഴിക്കോട് നഗരത്തിൽ ലോഡ്ജ് കേന്ദ്രീകരിച്ച് സെക്സ് റാക്കറ്റ് എന്ന മൊഴി നൽകി 17കാരി. പ്രണയം നടിച്ച അസം സ്വദേശിയായ യുവാവ് കോഴിക്കോട് എത്തിച്ചെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. അസം സ്വദേശിയായ പെൺകുട്ടി കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി. വിവരങ്ങളുമായി അഭിന ചേരുന്നു. അഭിന, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, ഒരാഴ്ച മുൻപാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ പെൺകുട്ടി അസം സ്വദേശിയാണ്. ഈ പെൺകുട്ടിയെ കൊണ്ട് എത്തിച്ചതും അസം സ്വദേശിയാണ് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിക്ക് 15,000 രൂപ ശമ്പളത്തിൽ ഒരു ജോലി കേരളത്തിൽ നൽകാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഈ പെൺകുട്ടിയെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുമായി മുറിയെടുത്തത് കോഴിക്കോട്ടെ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഒരു മുറിയിലാണ്, ഒരു റൂം എടുത്തിട്ടാണ്. അവിടെയാണ് ഈ പെൺകുട്ടിയെ താമസിപ്പിച്ചിരുന്നത്. പിന്നീട് ഈ പ്രതി പുറത്തേക്ക് പോകുമ്പോഴെല്ലാം തന്നെ മുറി ലോക്ക് ചെയ്തുകൊണ്ടാണ് പുറത്തേക്ക് പോകാറ്. പക്ഷേ ഇയാൾ വരുന്ന സമയത്ത് മുറിയിലേക്ക് 5 അല്ലെങ്കിൽ 5-ൽ കൂടുതലോ ആളുകളുമായിട്ടാണ് ഈ മുറിയിലേക്ക് പ്രവേശിക്കാറുള്ളത് എന്നുള്ളതാണ് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിനെ കണ്ടെത്തിയത് ഈ പെൺകുട്ടിക്ക് അതായത് ഈ പെൺകുട്ടി ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് 2 ദിവസം മുൻപ് വയറുവേദന അനുഭവപ്പെട്ടിരുന്നു. തുടർന്നാണ് ഈ പെൺകുട്ടിയുമായി ഈ പ്രതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയിരുന്നത്. ഈ ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് ഈ പെൺകുട്ടി പോലീസുകാരെ കാണുന്നതും ഈ പോലീസ് സ്റ്റേഷൻ കണ്ടെത്തുന്നതും. തുടർന്നാണ് ഈ പെൺകുട്ടി ഈ പോലീസ് സ്റ്റേഷനെ കണ്ടെത്തുകയും പിന്നീട് ഈ പ്രതി ഫോൺ ചെയ്യുന്നതിനായി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ആ സമയത്ത് ഇയാൾ ലോക്ക് ചെയ്യാൻ മറക്കുകയും പിന്നീട് ഈ ഫോൺ വിളിച്ചുകൊണ്ട് ടെറസിലേക്ക് പോകുന്ന സമയത്തായിരുന്നു ഈ പെൺകുട്ടി മുറിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത്. പിന്നീട് ഓടി രക്ഷപ്പെട്ട ഉടനെ ഓട്ടോറിക്ഷയിൽ കയറി ഈ ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറയുന്നത് എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിനെ കാണണം. തുടർന്നാണ് ഈ പെൺകുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിനെ സമീപിക്കുന്നതും ഈ കാര്യങ്ങളെല്ലാം വിവരിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ മുറിക്ക് തൊട്ടടുത്ത് മറ്റൊരു മുറിയിൽ 7 പെൺകുട്ടികളോളം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികളെ അസമിൽ നിന്നും കേരളത്തിലേക്ക് എത്തിക്കാറുണ്ടെന്നും ഈ നിരന്തരം ആളുകൾ ഞായറാഴ്ച ദിവസങ്ങളിൽ നിരവധി ആളുകളാണ് ഈ പെൺകുട്ടികളുടെ അടുത്തേക്ക് വരാറുള്ളത് തുടങ്ങി ഇത്തരത്തിലുള്ള മൊഴികളാണ് പോലീസിന് നൽകിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് പോലീസ് ചൈൽഡ് ലൈനെ വിവരം അറിയിക്കുകയും തുടർന്ന് വൈദ്യപരിശോധന നടത്തുകയും അതോടൊപ്പം തന്നെ വേണ്ട വിധത്തിലുള്ള കൗൺസിലിംഗ് നൽകുകയും ചെയ്തതിനു ശേഷം പെൺകുട്ടിയെ ഇപ്പോൾ വെള്ളിമാട് കുന്നിലെ ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഈ പെൺകുട്ടിയെ ഈ ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റിയതിനു പിന്നാലെ ഈ പെൺകുട്ടിയുടെ ബന്ധുവാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതി വീണ്ടും ഈ ചിൽഡ്രൻസ് ഹോമിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചിൽഡ്രൻസ് ഹോമിലുള്ള ചില ആളുകൾ സംശയം തോന്നി ഈ പെൺകുട്ടിയുടെ വിവരങ്ങൾ അന്വേഷിക്കുകയും അതോടൊപ്പം തന്നെ ആധാർ കാർഡ് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ വ്യാജമായൊരു ആധാർ കാർഡാണ് ഈ ചിൽഡ്രൻസ് ഹോമിലെ അധികൃതർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ ഒരു ആധാർ കാർഡിൽ നൽകിയിട്ടുണ്ടായിരുന്നത് പെൺകുട്ടിക്ക് 20 വയസ്സ് പ്രായം തോന്നിക്കുന്നതായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിക്ക് 17 വയസ്സ് മാത്രമേ ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ പോലീസും അതുപോലെ തന്നെ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി തുടങ്ങിയവർ നടത്തിയ വൈദ്യപരിശോധനയിലും അതോടൊപ്പം തന്നെ കൗൺസിലിംഗിനിടയിലും പെൺകുട്ടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം സംശയത്തെ തുടർന്നാണ് ഈ ആധാർ കാർഡ് ആവശ്യപ്പെട്ടതും. പക്ഷേ ഈ ആധാർ കാർഡ് വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് ഈ പെൺകുട്ടിയെ വിട്ടയക്കാതിരുന്നതും. ഏതായാലും ഈ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ഈ പെൺവാണിഭ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾക്കൊപ്പം ആരൊക്കെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും കോഴിക്കോട്ടെ റെയിൽവേ സ്റ്റേഷൻ പരിധിയിലാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പൂർണ്ണമായും നടന്നു വരുന്നത്. ദീപ്തി, ശരി, അഭിനയാണ് വിശദാംശങ്ങൾ നൽകിയത്.